ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത് ശ്യാമയോട് പറയുക, ശ്യാമ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലയോ? ഇല്ല ശ്യാമ, ശ്യാമ കേൾക്കണം എന്നും പറഞ്ഞ് രോഹിത് ശ്യാമയുടെ കയ്യെ കയറി പിടിക്കുവാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ പൊറുക്കാൻ പറ്റാത്തതാണ്. എനിക്കത് നല്ലതുപോലെ മനസ്സിലായി. എല്ലാം സംഭവിച്ചു പോയി ശ്യാമേ. ചില ആൾക്കാർ വിരിച്ച കെണിയിൽ ഞാൻ വീണുപോയി. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്നോടൊപ്പം ശ്യാമേ നീ വേണം. ഇതൊക്കെ ശാരദാമ്മ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശ്യാമ രോഹിത്തിനോട് ചോദിക്കുക, ഞാൻ എങ്ങനെ വിശ്വസിക്കണം രോഹിത്തിനെ? ഇതിനു മുമ്പും ഇതുപോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞല്ലേ എന്നെ വിളിച്ചോണ്ട് പോയത്. എന്നാൽ ഇത് അങ്ങനെയല്ല ശ്യാമേ, മനസ്സിൽ തട്ടിത്തന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അവിചാരിതമായ ഇങ്ങോട്ട് വരേണ്ടി വന്നെങ്കിലും പക്ഷേ ഞാൻ ഇവിടെ വന്ന് ശ്യാമയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഒന്ന് വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടും ശ്യാമ ഒന്നും മിണ്ടാതെ അങ്ങ് നടന്നു പോവുകയാണ്. അത് കണ്ടിട്ട് ശാരദാമ്മ പിടിച്ചു നിർത്തിയിട്ട് ശ്യാമയോട് പറയുന്നു, ശ്യാമേ നീ എവിടെ പോവാ? അവിടെ നിന്നെ. അവൻ എത്രയൊക്കെ പറഞ്ഞില്ലേ, അവൻ്റെ തെറ്റവൻ മനസ്സിലാക്കിയിട്ടായിരിക്കും വന്ന് നിന്നെ വിളിച്ചത്. നിൻ്റെ മറുപടി എന്താണെന്ന് നീ പറഞ്ഞിട്ട് പോ. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? അവൻ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തിയിട്ടല്ലേ അവൻ വന്നിപ്പം നിന്നെ വിളിക്കുന്നത്. ഇത്രയൊക്കെ അവൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും മോളിപ്പം അവനോടൊപ്പം പോ. സുബൈറിക്കായെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പരിശോധിക്കുവാണ്. സുബൈറിക്കയുടെ പെങ്ങളും നസീറും അവിടെ ഉണ്ട്. ഡോക്ടർ സുബൈറിക്കയുടെ പെങ്ങളോടും നൂർജഹാനോടും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ നിന്ന് മാറ്റം ഉണ്ടാകില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോകാം. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഈ മുറിവിനൊന്ന് ഡ്രസ്സ് ചെയ്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മരുന്നുകൾ മുടക്കാതെ കഴിക്കണം. ഇക്ക, നമുക്കിനി വീട്ടിൽ പോകാം കേട്ടോ എന്നിങ്ങനെ സുബൈറിക്കയുടെ പെങ്ങൾ പറയുന്നുണ്ട്. നസീർ പറയുക, ഉമ്മ ഞാൻ പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരട്ടെ. നൂർജഹാൻ പറയുന്നു, വേണ്ട ഞാൻ ബില്ലടച്ചോളാം. നസീറിൻ്റെ ഉമ്മയ്ക്കത് തീരെ ഇഷ്ടമായില്ല. അവൾ നൂർജഹാനോട് ദേഷിക്കുവാണ്. അവൻ കൊടുത്താലെന്താ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. അത് കേട്ടപ്പോഴേക്കും നസീറിനങ്ങ് അധികാരം കൂടി. ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാനാ നോക്കുന്നത്. നസീറിൻ്റെ ഉമ്മ വീണ്ടും നൂർജഹാനോട് വഴക്കിടുവാണ്. നൂറെ, ഇത്ര ധിക്കാരമൊന്നും നിനക്ക് പാടില്ല കേട്ടോ. നിന്റെ അമ്മ നസീമ മരിക്കുമ്പോഴേ പിഞ്ചു കുഞ്ഞായിരുന്ന നിന്നെ പൊന്നുപോലെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അന്നേ ഞങ്ങൾക്കെല്ലാം തോന്നിയ ഒരാഗ്രഹമായത് നസീറിനെ കൊണ്ടേ നിന്നെ കെട്ടിക്കത്തുള്ളെന്ന്. പാവം നൂർജഹാൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് വയ്യ. പക്ഷേ അവരുടെ മുന്നിൽ എതിർക്കാനും പറ്റുന്നില്ലല്ലോ. അവിടെ ബാപ്പിച്ചിക്ക് ഒന്നും മിണ്ടാൻ വയ്യാതെ കിടക്കുമല്ലയോ. അതുകൊണ്ടാ നൂറെ നിന്നോട് പറയുന്നത്, നസീർ പറയുന്നതൊക്കെ നീ അനുസരിച്ചോണം. ബാപ്പിച്ചി ഇത് കേട്ടില്ലയോ? എനിക്ക് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ എന്തോ പറഞ്ഞെന്നും വെച്ച് അതിനുവേണ്ടി എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കണമെന്നുണ്ടോ? നൂറെ, നിന്റെ ബാപ്പിച്ചിയെ സുഖമില്ലാതെ വീണിട്ടുള്ളു. നിന്റെ മാമി ഇപ്പോഴും ജീവനോട് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ തീരുമാനിക്കും ഇനി കാര്യങ്ങളൊക്കെ. അല്ല നൂറെ, നീയൊന്ന് പറഞ്ഞേ, എൻ്റെ മോൻ എന്താ ഒരു കുറവ്? നിന്നെ പോറ്റാനുള്ള കഴിവ് അവനില്ലയോ? അവനെന്താ കാണാൻ വർക്കത്തില്ലയോ? ജോലിക്ക് ജോലിയില്ലേ അവന്? എൻ്റെ മാമി, ഈ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? അതുമാത്രമാണോ? ഞാനിപ്പോൾ പഠിക്കുമല്ലേ, തർക്കുത്തരം പറയുന്നോടി. ഈ അവസ്ഥയിൽ നിൻ്റെ കല്യാണം നടന്നാലേ ഇക്കാക്കയുടെ കാര്യവും നിൻ്റെ കാര്യവും എല്ലാം നസീർ നോക്കിക്കോളും. ഈ ഒരവസ്ഥയിൽ നിങ്ങളെ നോക്കാനേ അവൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒന്നും മിണ്ടാനാകാതെ പ്രതികരിക്കാനാകാതെ സങ്കടത്തോടിങ്ങനെ മലർന്നു കിടക്കുന്ന നമ്മുടെ സുബൈറിക്കയോട് പറയുന്നു, ഇക്കാക്ക ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. നൂറിനെ ഇങ്ങനെ തന്നിഷ്ടത്തിന് വളരാൻ വിടരുത്. വിവാഹം കഴിഞ്ഞിട്ടായാലും പഠിക്കാമല്ലോ. അതെങ്ങനെയാ മാമി? സ്വന്തം മകനെ പോലും 10 കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വിടാത്തവരെ എന്നെ പിന്നെ പഠിപ്പിക്കാൻ വിടുന്നത്? നൂറെ, നീ വായടക്കിക്കോണം. നമ്മുടെ കുടുംബത്തിൽ ആരുമില്ല നിന്നെപ്പോലെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും വെറുപ്പിക്കുന്ന ഒരു പെണ്ണ്. അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ തല പൊക്കാറുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നസീറിൻ്റെ ബാപ്പ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. വന്നാൽ ഉടൻ നിങ്ങളുടെ നിക്കാഹാണ്. ശാരദാമ്മയുടെ വീട്ടിൽ രോഹിത് ഇങ്ങനെ നിൽക്കുവാണ്. അവനോട് ആരും മിണ്ടുന്നതുമില്ല. സത്യമോളും പപ്പിമോളും രോഹിത്തിനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. സത്യമോളും പപ്പിമോളും മൊബൈൽ വെച്ച് എന്തോ ഗെയിം കളിക്കുവാണ്. അത് കണ്ട് രാഘവേട്ടനും ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കളികളൊക്കെ ഞാനും കൊച്ചിലെ കളിച്ചിട്ടുണ്ട് മോളെ. പക്ഷേ ഇതുപോലെ മൊബൈലിലൊന്നും അല്ല. ഞാൻ കളിച്ചിട്ടുള്ളതേ ഈ കക്ക വെച്ചാണ് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്നത്. ആ സമയത്ത് അങ്ങോട്ട് വിഷ്ണുവും ശാലിനിയും വരുന്നുണ്ട്. രോഹിത് അവിടെ നിൽക്കുന്ന കണ്ടിട്ട് വിഷ്ണുവിന് ദേഷ്യം സഹിക്കുന്നില്ല. പക്ഷേ ദേഷ്യം കടിച്ചമർത്തി ഇങ്ങനെ വിഷ്ണു നോക്കുവാണ് അവന്. വിഷ്ണുവിനെയും ശാലിനെയും കണ്ടപ്പോൾ നമ്മുടെ രാഘവേട്ടനൊരു കുറ്റബോധം. ചേടാ, ഞാൻ വീട് വിട്ടിറങ്ങി വന്നതാണല്ലോ എന്നൊരു ഓർമ്മ വന്നിട്ടുണ്ട്. വിഷ്ണു ചോദിക്കുന്നു, എന്തിനാച്ചാ ഞങ്ങളെ ഇങ്ങനെയിട്ട് സങ്കടപ്പെടുത്തുന്നത്? ഞങ്ങൾ എവിടൊക്കെ ഓടിയെന്നറിയാവോ അച്ഛനെ അന്വേഷിച്ച്?
അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് എനിക്ക്. അതിൻ്റെ കൂടെ അച്ഛൻ്റെ ഈ ഇറങ്ങിപ്പോക്കും കൂടെ എന്നിങ്ങനെ പറയുമ്പോഴേ പെട്ടെന്ന് ശാലിനി വിഷ്ണുവിനെ അങ്ങ് അടക്കുവാണ്. വിഷ്ണുവേട്ട, അച്ഛൻ്റെ അസുഖം അറിഞ്ഞുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി ഇപ്പം വിഷ്ണുവേട്ടൻ അച്ഛനെ വഴക്കൊന്നും പറയാതെ അച്ഛനെയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക്. സത്യാമ്മയുടെ വിഷമിച്ച് നിൽക്കുവല്ലയോ. പാവം, എന്ത് ചെയ്യണമെന്നറിയാതെ രാഘവേട്ടൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുവാണ്. ആ നോട്ടം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. വിഷ്ണു സങ്കടത്തോടെ പറയുക, അച്ഛാ എഴുന്നേക്ക്, നമുക്ക് പോകാം. അച്ചാച്ചൻ പോയിട്ട് വരട്ടെ മക്കളെ, രണ്ടുപേരും നല്ലതുപോലെ പഠിക്കണേ, നിങ്ങൾ രണ്ടുപേരും എനിക്കൊരു ഉമ്മതാ എന്ന് പറയുമ്പോൾ സത്യമോളും പപ്പിമോളും പറയുന്നുണ്ട്, അച്ചാച്ചന് ഞങ്ങൾ ഇപ്പോൾ ഉമ്മ തന്നതല്ല ഉള്ളു. എനിക്ക് എപ്പോൾ ഉമ്മ തന്നെന്നാ? പെട്ടെന്ന് രാഘവേട്ടൻ അത് മറന്നു കഴിഞ്ഞു. അപ്പോഴവർക്കെല്ലാവർക്കും അങ്ങ് സങ്കടമാവുകയാണ് രാഘവേട്ടൻ്റെ ആ മറവി ഓർത്ത്. എന്നാലും കുഴപ്പമില്ല മക്കളെ, അച്ചാച്ചൻ ഇനി ഉടനെയെങ്ങും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങൾ ഒരു ഉമ്മയും കൂടെ താ. പപ്പിമോളും സത്യമോളും അച്ചാച്ചനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം രോഹിത് ഇങ്ങനെ ഒരു കുറ്റബോധത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. വിഷ്ണു അങ്ങനെ രാഘവേട്ടനെയും കൊണ്ട് പോവാണ്. ആ പോകുന്ന കൂട്ടത്തിൽ വിഷ്ണു ഇങ്ങനെ രോഹിത്തിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ നീയാണല്ലോ, നീ കാരണമാണല്ലോ എൻ്റെ അച്ഛന് ഈ അവസ്ഥ വന്നത് എന്ന് പറയാതുള്ള ഒരു നോട്ടമാണത്. അങ്ങനെ വിഷ്ണു രാഘവേട്ടനെയും കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ രോഹിത് അവരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. ശാലിനി രോഹിത്തിനോടൊന്നും സംസാരിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ രോഹിത്തിനെ നോക്കുന്ന പോലുമില്ല. അപ്പോൾ ശാരദാമ്മ ശാലിനോട് പറയുന്നു, മോളെ, രോഹിത്ത് ശ്യാമയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. എന്തിനാമ്മേ, വീണ്ടും ബഹളം ഉണ്ടാക്കി തിരിച്ചു പോരാനോ? രോഹിത്ത് പറയുന്നു, ഞാൻ വിളിച്ചോണ്ട് പോകാൻ വന്നതേ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പെണ്ണിനെയാണ്. എന്നാലേ ഈ പെണ്ണ് തന്നെ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാന്നും പറഞ്ഞ് രാത്രിയിൽ ഫോൺ ചെയ്യുന്നത്. അതെ, അവളെൻ്റെ ഭാര്യയാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ അടിയും പിടിയും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അങ്ങനെ കഴിയുന്നവർക്കേ മനസ്സിലാവൂ. അത് ശാലിനിക്കൊരു കൊട്ടുകൊടുത്തതാണവൻ. കാരണം ശാലിനിയും വിഷ്ണുവും ഇപ്പോഴും ഒന്നിച്ചല്ലല്ലോ താമസിക്കുന്നത്. അത് കേട്ടിട്ട് ശാലിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്യാമേ, ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നതേ ദാമ്പത്യ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ഇനി നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്, മറ്റൊന്നും എനിക്ക് പറയാനില്ല. രോഹിത്ത് പറയുക, കൊണ്ടുപോകുന്നതേ അധികാരവും അവകാശവും ഒക്കെയുള്ള ആൾ തന്നെ, അതിനാരും വിഷമിച്ചിട്ട് കാര്യമില്ല. മോളെ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം എന്നിങ്ങനെ രോഹിത്ത് പപ്പിയെ വിളിക്കുമ്പോൾ പപ്പി കരഞ്ഞുകൊണ്ട് പോയി ശാലിനെ കെട്ടിപ്പിടിക്കുവാണ്. ചേച്ചിയമ്മേ, എന്നെ വിടല്ലേ, എന്നെ ഇവിടെ നിർത്തണേ, എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടല്ലേ എന്നും പറഞ്ഞ് കുഞ്ഞ് പേടിച്ച് കരയുവാണ്. ശാലിനെ അടങ്കം കെട്ടിപ്പിടിച്ച് കരയുവാണ് പപ്പിമോള്. അത് കണ്ടിട്ട് ശാരദാമ്മ പറയുന്നു, മോനെ, ഇപ്പോൾ നീ ശ്യാമയും കൊണ്ട് പോ. പപ്പിമോളെ സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ അങ്ങോട്ട് വിടാം. കുഞ്ഞുങ്ങളല്ലേ, മനസ്സിൽ പതിഞ്ഞതൊന്നും പെട്ടെന്നും ആയില്ല. ഒന്ന് പറ ചേച്ചിയമ്മേ, ഞാനിവിടെ നിന്നോളാം, എന്നെ പറഞ്ഞു വിടല്ലേ അവരുടെ കൂടെ. ചേച്ചിയമ്മേ ഒന്ന് പറ, എന്നെ കൊണ്ടുപോകല്ലേന്ന് പറ ചേച്ചിയമ്മേ. പാവം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശാലിനിക്ക് ഒന്നും പറയാൻ വയ്യ. ശാലിനിയും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. പപ്പിമോടെ ആ കരച്ചിൽ കണ്ടിട്ട് ശ്യാമ പറയുന്നു, രോഹിത്തെ, ഞാൻ വരാം, പപ്പിമോളെ നമുക്ക് പിന്നെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പോവുകയാണ്. ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, മോളെ, പപ്പിയുടെ കാര്യം എങ്ങനെ? അമ്മേ, അവൻ ആദ്യം പൂർണ്ണമായിട്ട് മാറിയോന്ന് നോക്കട്ടെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അപ്പോൾ ആലോചിക്കാം. വിഷ്ണു രാഘവേട്ടനെയും കൊണ്ട് അങ്ങനെ സത്യാമ്മയുടെ അടുത്തോട്ട് വന്നിരിക്കുവാണ്. അച്ഛാ ഇറങ്ങച്ച, വീടെത്തി. അതുപോലും പാവം രാഘവേട്ടൻ ഓർമ്മ വരുന്നില്ല. രാഘവേട്ടനെ ആ ചേറയിൽ ഇരുത്തിയിട്ട് വിഷ്ണു ഇരുന്നങ്ങ് സങ്കടപ്പെടുവാണ്. എൻ്റെ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഓട്ടം കഴിഞ്ഞു വരുമ്പോൾ എന്നോട് പറ. അല്ലാതെ എന്തിനും ഏതിനും അമ്മയോട് വഴക്കിട്ട് ഇങ്ങനെ വീട് വിട്ടിറങ്ങിപ്പോയാലോ? എന്നാൽ പിന്നെ അച്ഛനെ അന്വേഷിച്ച് നടക്കാനേ ഞങ്ങൾക്ക് നേരം കാണത്തുള്ളൂ. എൻ്റെ മോൻ എന്നോട് ക്ഷമിക്ക്, അച്ഛന് തെറ്റുപറ്റിയതാടാ. അച്ഛൻ അന്നേരത്തെ ഒരു ഓർമ്മയ്ക്ക് അങ്ങ് ഇറങ്ങി നടന്നതാ. പാവൻ രാഘവേട്ടനും കരയുവാണ്. രാഘവേട്ടൻ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ വിഷ്ണുവിന് സഹിക്കുന്നില്ല. വിഷ്ണു എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചിട്ട് പറയുക, എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടും അല്ല. അച്ഛൻ എവിടെങ്കിലും ഉണ്ടെന്ന് അറിയുന്നത് വരെ വിഷമവും ടെൻഷനുമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് താങ്ങി നടക്കുമ്പോഴേ അച്ഛാ ഞാൻ വല്ലാണ്ട് തളർന്നു പോവുക അച്ഛാ. സത്യാമ്മ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് വന്നിട്ട് പറയുന്നത്, എന്നാ ചായ കുടിക്ക്, ഒരുപാട് ഓടിയതല്ലേ, എനിക്കെങ്ങും വേണ്ട. ഇച്ചിരി ദേഷ്യത്തിലാണ് നമ്മുടെ രാഘവേട്ടൻ. വിഷ്ണു ആ ചായ വാങ്ങി കൊടുക്കുന്നുണ്ട്. അച്ഛാ ഇത് കുടിക്കച്ചാ. ചായ കൊടുത്തിട്ട് സത്യാമ്മയുടെ നേരെ പറയുന്നു, നാടൊക്കെ ഓടിയിട്ടാ ഇങ്ങോട്ട് വരുന്നത്, എന്നിട്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഓടണ്ടേ? എനിക്കെല്ലാം കൊണ്ടും മടുത്തു. എന്തൊരു ജീവിതമായത്, എല്ലാവരും ചേർന്ന് എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് വിഷ്ണു അകത്തം റൂമിലോട്ടങ്ങ് പോവുകയാണ്. സത്യാമ്മ രാഘവേട്ടനോട് പറയുക,
രാഘവേട്ട, ഞാൻ ഇങ്ങനെയൊക്കെ രാഘവേട്ടനോട് സംസാരിക്കുന്നത് എൻ്റെ രാഘവേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ വെറുപ്പുണ്ടായിട്ടോ ഒന്നുമല്ല. ഇനി അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. രാഘവേട്ടനെ അറിയില്ലേ, ഞാൻ ഇതൊന്നും മനസ്സിൽ തട്ടി പറയുന്നതല്ലെന്ന്. ഞാൻ ഉള്ളിൽ ദേഷ്യം വെച്ച് ആരോടും ഒന്നും പറയാറുമില്ല. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഫാമേ, എനിക്കതിന് ആരോടും ദേഷ്യമൊന്നുമില്ല. അഥവാ ദേഷ്യം ഉണ്ടെങ്കിലും അത് എന്നോട് മാത്രമാ. രാഘവേട്ടൻ ഒന്നും മനസ്സിലാക്കണം. രാഘവേട്ടനോടൊപ്പം ജീവിതം തുടങ്ങിയ ആ അവസ്ഥയിൽ തന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതം നിൽക്കുന്നത്. ആകെയുള്ളൊരു തുണയും ആശ്രയവും എൻ്റെ രാഘവേട്ടൻ മാത്രമാ. നമ്മുടെ മക്കൾക്കെല്ലാം ഓരോ അവകാശികൾ വേറെ ഉണ്ട്. അന്നും ഇന്നും എനിക്കെൻ്റെ രാഘവേട്ടൻ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ താങ്ങും തണലും ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നതും എൻ്റെ രാഘവേട്ടൻ തന്നെയാണ്. അങ്ങനെയുള്ള എൻ്റെ രാഘവേട്ടൻ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുമോ? പറ രാഘവേട്ട. സത്യാമ്മ കരഞ്ഞോണ്ട് രാഘവേട്ടനോട് ചോദിക്കുവാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും എൻ്റെ രാഘവേട്ടനെ പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? രാഘവേട്ടനൊരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, ഫാമേ, ഒന്നും ഞാൻ വേണോന്ന് ചെയ്യുന്നതല്ല, എന്തൊക്കെയോ എൻ്റെ മനസ്സിലങ്ങ് തോന്നുക. ആ ഒരു തോന്നലിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോകുന്നതാ. എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയാതായിരിക്കുക ഫാമേ. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാണോന്ന് എനിക്ക് തന്നെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുക. ഈ മരണം തൊട്ടടുത്ത് മുന്നിൽ വരുമ്പോഴേ നമുക്ക് മുന്നേ മറിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതേ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ്. അതിലെന്നെ ഏറെ വേദനിപ്പിക്കുന്നതേ നമ്മുടെ ആ പഴയ വീടാ. ഇതെല്ലാം ജനാലയ്ക്കടുത്തു നിന്ന് വിഷ്ണു കാണുന്നുണ്ട്. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് രാഘവേട്ടന് സത്യാമ്മയോട് പറയുക, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? താനൊരു പരാജയമാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന നിമിഷമാണ്. തൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. പിന്നെ എങ്ങനെ ഞാനിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അലയാതെ സങ്കടപ്പെടാതിരിക്കുന്നത്? രാഘവേട്ടൻ്റെ ആ വാക്കുകൾ കേട്ട് സത്യാമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതെ സത്യാമ്മ വാവിട്ടങ്ങ് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്ത് ശ്യാമയും കൊണ്ട് പോയിരിക്കുവാണ്. ഇനി അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളതൊക്കെ നമുക്കറിയില്ല. നമ്മുടെ രാഘവേട്ടൻ്റെ അസുഖം ചികിത്സിക്കാനുള്ള പൈസ എത്രയും പെട്ടെന്ന് വിഷ്ണു നസീറിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നൂർജഹാൻ്റെയും അനൂപിൻ്റെയും കല്യാണം എന്താകും, അതിനെക്കുറിച്ചൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ.